പുണർദ നക്ഷത്രം. പുണർദ നക്ഷത്രത്തെ ഈ മിഥുനക്കൂറിലുള്ളവർക്ക് സംബന്ധിച്ച് ഇതുപോലെ ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെ വരവ്. ലഗ്നത്തിൽ തന്നെ വ്യാഴം വന്നു. ആ വ്യാഴം നമുക്ക് 9ലേക്ക് രാഹു വന്നു, 10ലേക്ക് ശനീശ്വരം വന്നു. അപ്പോൾ മാർച്ച് 29-ാം തീയതി 10ലേക്ക് ശനി വന്നു. രാഹു 18-ാം തീയതി, മെയ് 18-ാം തീയതി വന്നു. വ്യാഴമാണെങ്കിൽ ലഗ്നത്തിൻ്റെ കൂടെ മെയ് മാസം 14-ാം തീയതി. അപ്പോൾ കർമ്മത്തിലാണ്, കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവുക, പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. അപ്പോൾ കർമ്മത്തിലൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം ശനി 10ലേക്ക് പോവാണ്, കണ്ടകനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കർമ്മത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. 2.5 വർഷമുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ ഒരു 5-6 മാസം മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 മാസക്കാലമാണ് എനിക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ഒരു നല്ല ലെവലിലേക്ക് എത്തിക്കുള്ളൂ. രാഹു ആണ് 9-ാം ഭാവത്തിൽ വരുന്നത്. അപ്പോൾ രാഹുവിനെ നന്നായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ആയില്യ പൂജ കൊടുക്കുക. ആ പുണർദ നക്ഷത്രക്കാർ ആയില്യ പൂജ കൊടുക്കുക. അപ്പം അതിൽ നിന്നൊരു മാറ്റങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത. പിന്നെ ലഗ്നത്തിൽ തന്നെ വ്യാഴം ഉണ്ടല്ലോ. ആ ലഗ്നത്തിൽ തന്നെ വ്യാഴമുള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്കൊരു മാറ്റമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പറ്റത്തൊക്കെ വഴിപാടുകൾ ചെയ്യുക, ദേവീനെ നന്നായിട്ട് ഭജിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റമാണ് മിഥുനക്കൂറിലുണ്ടത്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കർക്കിടകത്തിൽ വരുന്നുണ്ട്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. 7 കഴിഞ്ഞ് അഷ്ടമത്തിൽ രാഹു വരുന്നു. അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ പിന്നെ 9ാം ഭാവത്തിൽ ശനിയും വരുന്നു. അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ നമുക്ക് വാഹനാദികളൊക്കെ ഓടിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, രോഗങ്ങളെ വരുത്തും. പിന്നെ 2ലാണ് നമ്മുടെ കേതു വരിക. ആ കേതു സിംഹരാശിയിലല്ലേ വരുന്നത്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കണം. വാക്ക് കൊണ്ട് കുറേ അബദ്ധങ്ങൾ സംഭവിക്കാം. ശത്രുക്കളെ ഉണ്ടാക്കും നമുക്ക് 2ാം ഭാവത്തിൽ. പിന്നെ നിധി, കോശം, ധനം, വാക്ക്. നമ്മുടെ നിധി, നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം പെട്ടെന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രാഹു അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഒരു ഷാഡോ ഗ്രഹമാണ്. നമുക്കൊരു ആകർഷണം ഉണ്ടാക്കും രാഹു. ആ ആകർഷണത്തിൽ പോയി നമ്മൾ പെടരുത്. അപ്പോൾ ഈ കർക്കിടക രാശിക്കാരിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രക്കാർ ഈ ഒരു വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മിഥുന രാശിയിൽ നിൽക്കുന്നവരെ പോലെയല്ല കർക്കിടകത്തിൽ നിൽക്കുന്നവർ. അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിലെ 2 കൂറിൽ പെടുന്നവർ മാറ്റങ്ങൾ വളരെയധികം ഡിഫറെൻ്റാണ്. പിന്നെ 9ാം ഭാവത്തിൽ നമ്മുടെ ശനീശ്വരൻ നിൽക്കുന്നുണ്ട്. അത് ഒരു ആത്മജ്ഞാനത്തെ തരുന്നതാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോവാം, പിൻവിളക്ക് മുൻവിളക്ക് ധാര ഇതൊക്കെ കൊടുക്കുക. കർക്കിടക രാശിയിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രക്കാരെ വളരെയധികം ശ്രദ്ധിക്കുക. വ്യാഴം 12ലുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷത്തെ ഫലങ്ങൾ.